കോട്ടയം നഗരസഭാ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. നഗരസഭാ സെക്രട്ടറിയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ടിൽ. നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള LSGD റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിന്. തട്ടിപ്പ് നടത്തിയ നഗരസഭാ മുൻ ജീവനക്കാരൻ അഖിൽ C വർഗീസ് 5 മാസമായി ഒളിവിലാണ്. $2.39 കോടിയുടെ പെൻഷൻ തട്ടിപ്പാണ് കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ അഖിൽ C വർഗീസ് നടത്തിയത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് LSGD ജോയിന്റ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഗൗരവമായ കണ്ടെത്തലുകളും ശുപാർശകളും ഉൾപ്പെടുന്നു. തട്ടിപ്പ് നടത്തിയ മുൻ ക്ലർക്ക് അഖിലിന്റെ ഫയലുകൾ ജൂനിയർ സൂപ്രണ്ടോ അക്കൗണ്ടന്റോ പരിശോധിച്ചിട്ടില്ല. ട്രഷറിയിലേക്ക് നൽകിയ സാക്ഷ്യപ്പെടുത്തൽ കത്ത് അക്കൗണ്ടുകൾ പരിശോധിക്കാതെയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നഗരസഭാ സെക്രട്ടറി അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര കൃത്യവിലോപമാണെന്നും സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. അക്കൗണ്ടന്റ്, PA2 സെക്രട്ടറി, സൂപ്രണ്ട് എന്നിവർക്കെതിരെയും നടപടിക്ക് ശുപാർശയുണ്ട്. ഇടത് യൂണിയൻ നേതാവായ നഗരസഭാ സെക്രട്ടറി അനിൽകുമാറിനെ സംരക്ഷിച്ച് മറ്റുള്ള ജീവനക്കാർക്കെതിരെ മാത്രമാണ് തദ്ദേശ ഭരണ വകുപ്പ് നടപടിയെടുത്തത്. അനിൽകുമാറിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന ആരോപണം ഇതോടെ ബലപ്പെട്ടു. അതേസമയം തട്ടിപ്പ് പുറത്തുവന്ന് 5 മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയായ മുൻ ക്ലർക്ക് അഖിൽ C വർഗീസിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 211 കോടിയുടെ പുതിയ തട്ടിപ്പ് വാർത്ത നഗരസഭയിൽ കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് മുൻ തട്ടിപ്പിൽ നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ വീഴ്ച പുറത്തുവരുന്നത്. ന്യൂസ് മലയാളം, കോട്ടയം.